ഗ്രീൻ കളർ താ ചേട്ടാ. പിടിച്ചോ. അടിപൊളിയായിട്ടില്ലേ? ഫോട്ടോ എടുത്ത് പത്രക്കാരെടുത്ത് അയച്ചാൽ സമ്മാനം ഉറപ്പാണ്. നല്ല സമ്മാനം കിട്ടും. എന്താ കുരുടത്തി കോലം വരച്ചതുകൊണ്ടാണോ? നന്നായിട്ട് വരച്ചിട്ടുണ്ട്. എല്ലാരും കണ്ടുപിടിച്ചു എങ്ങനെ വരയ്ക്കേണ്ടത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. എടാ എടി ചേട്ടാ ചേട്ടാ എന്താ പറ്റിയേ? നിന്നെ കാണിച്ചു തരാടി. എടി ടക്കലാടി ട്രിപ്പിളാടി, മര്യാദക്ക് ചെയ്യടി. അങ്ങനെ തന്നെ. കോരങ്ങൻ. ഡാ കോരങ്ങ, നീ ആയിരുന്നോ? അതേടി ടക്കിളടി ട്രിപ്പിളടി ഞാൻ തന്നെയാ. ഡിങ് ഡോങ് ഡിങ് ഡോങ്. നീ ഓടുവോ അതോ നിക്കുവോ? ഓടില്ല. നീ ഓടുമോ അതോ നിക്കുമോ? ഓടില്ല. സ്പെല്ലിംഗ് പറയടാ. തെറ്റാടാ. നിക്ക്. എന്തേ, എന്ത് പറ്റി? ഇട്ട് തരാം. വേറെ ആരെങ്കിലും വെച്ചിട്ട് തരാം. വേറെ ആരെങ്കിലും വെച്ചൊന്നും നിനക്ക് ഇടാൻ പറ്റില്ല. ചെയ്യാണെങ്കിൽ നീ ചെയ്യേ. ചെയ്യില്ല. ബി ഫോർ മാറിക്കോ. നിക്ക്. പറ്റൂല. ഞാൻ തന്നെ ഇടാം. ശരിയെന്നാ വരയ്ക്കേ. നീ ചവിട്ടല്ലേ അതിൽ ചവിട്ടല്ലേ. ഇങ്ങിതാ. നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളൊന്നും ഇല്ലേ? ഇങ്ങനെയാണ് നോക്കുന്നേ. വരച്ചത് മതി. ചാവി എടുത്തോണ്ട് പോ. വേഗം ആ ചാവി എടുത്തോണ്ട് പോ. എന്നോട് കളി വേണ്ട. പണി പാർസൽ കിട്ടും. വേഗം പോ. എടാ ഇഡിയറ്റ്. എന്നോട് അത്രയ്ക്ക് സ്നേഹമാണോ? എടാ കൊരങ്ങ, എന്നോട് കളിക്കരുത്. പഞ്ചറാക്കും ഞാൻ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ല എന്നോട് കളിക്കാൻ വരരുതെന്ന്. മനസ്സിലായോ? ഒരു നല്ല വക്കീൽ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, ഈ സ്ഥലം വാങ്ങിക്കാനും റോഡ് ഇടാനും ഒക്കെ നിങ്ങളുടെ പണം എന്തിനാ? നിങ്ങളുടെ മിനിസ്റ്റർ അമ്മാവനുമായിട്ട് സംസാരിച്ച് ജനങ്ങളുടെ കാശ് കൊണ്ട് ഗവൺമെന്റ് സഹായത്തോടെ റോഡിട്ടാ കാശ് ലാഭിക്കാലോ. എന്റെ അമ്മ സുനാമി വന്നു. നീ മനസ്സിൽ എന്താ വിചാരിച്ചിരിക്കുന്നത്? ചുമ്മാ കറങ്ങി നടക്കാണോ? നിനക്കെന്താ കാര്യം? നീ നിന്റെ ജോലി മാത്രം നോക്കിയാൽ മതി. ഞാൻ നിന്നെ കെട്ടാൻ പോകുന്നവനാടി. ചേട്ടായി, ചേട്ടന്റെ മരുമോൻ ഒട്ടും ബുദ്ധിയില്ല. എത്ര തവണ പറഞ്ഞാലും മനസ്സിലാക്കുന്നില്ല. ഇവനാ കുതിരയുടെയും കഴുതയുടെയും കഥ പറഞ്ഞു കൊടുക്കും. കുതിരയുടെയും കഴുതയുടെയും കഥയോ? അതെന്താണത്? അതായത് കുതിരയും കഴുതയും കാണാൻ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവൂല. എന്നാലോ കുതിര റേസിൽ ജയിക്കും, കഴുത ചുമട് വലിക്കും. അത്രേ ഉള്ളൂ. അമ്മാവാ, അങ്ങനെയാണെങ്കിൽ ഞാൻ കുതിരയാണോ കഴുതയാണോ? മരമണ്ണ കഴുത. അങ്ങനെയല്ലേ മോള് പറഞ്ഞത്? ദാ കണ്ടില്ലേ, MR വന്നല്ലോ. വരൂ. എടോ, റോഡ് ഇടാൻ ലാൻഡ് അഗ്രിമെന്റിന്റെ പണിയൊക്കെ തീർന്നോ? എല്ലാം കഴിഞ്ഞു. വെരി ഗുഡ്. ഇതാ ഇവിടെ ഉള്ള ഈ 5 ഏക്കർ ഒഴിച്ച്. അല്ല, എന്തിനാ അത് മാത്രം വിട്ട് കളഞ്ഞത്? ആ സ്ഥലം വാങ്ങിച്ചില്ലെങ്കിൽ റോഡ് ഇടാൻ പറ്റൂലെന്നേ. റോഡില്ലെങ്കിൽ ഫാക്ടറിയിലേക്ക് കരിമ്പും വരില്ല. കരിമ്പ് വന്നില്ലെങ്കിൽ ഫാക്ടറി അടച്ചു പൂട്ടണം. അങ്ങനെ ഫാക്ടറി പൂട്ടിയാലോ ഇയാളുടെ 10 കോടി വെള്ളത്തിലും ആവും. ഇയാളുടെ 10 കോടി നഷ്ടപ്പെട്ട ഇയാളുടെ മാനോ അഭിമാനോ നഷ്ടപ്പെട്ടതുപോലെയല്ലേ? കുറച്ച് കൂടുതൽ കാശ് കൊടുത്തെങ്കിൽ അത് വാങ്ങിച്ചിട്ടൂടെ? എത്ര കാശ് കൊടുത്താൽ ഇവൻ മാത്രം വിൽക്കില്ല എന്ന് പറയുന്നു. അതേതവനാ? പരേതനായ മിലിറ്ററി മാധവരാന്റെ മകൻ. എന്താ പറഞ്ഞ? പരേതനായ എന്നുവെച്ചാ മരിച്ചു എന്നോ? ഓ, മാധവൻ സാർ എൻ്റെ ഒരു നല്ല ഫാമിലി ഫ്രണ്ടാണ്. അദ്ദേഹത്തോട് എനിക്ക് എത്ര ബഹുമാനം ഉണ്ടായിരുന്നു എന്നറിയാം. നല്ല ആരോഗ്യമായിട്ട് ജീവിച്ച മനുഷ്യൻ എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്? എന്റെ അമ്മ, ഇത് ഒടുക്കത്തെ അഭിനയമാണല്ലോ. ആദ്യം മാധവൻ സാറിന്റെ മകനെ ചെന്നൊന്ന് കണ്ട് സംസാരിച്ചു വരണം. ഹീറോ, ഹീറോ. ആരാത്? നമസ്കാരം സർ. വാ മോനെ ഹീറോ, നിനക്ക് സുഖാണോ? സുഖാണ് സർ. സാറിന് എങ്ങോട്ട് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ വരുമായിരുന്നല്ലോ. സർ സാരമില്ല. എന്താ ഇത്?
ചെറുപ്പം തൊട്ടേ നിന്നെ എല്ലാരും ഹീറോ ഹീറോ എന്നാണ് വിളിക്കാറുള്ളത്. സിനിമയിലെ ഹീറോ ആണെന്ന് വിചാരിച്ചപ്പോ നീ ഇങ്ങനെ മിലിറ്ററി പോയി ചേർന്നല്ലോ. സിനിമ ഹീറോ ആവാനാ സർ എന്റെ ആഗ്രഹം. എന്ന് എന്റെ അച്ഛൻ റിയൽ ഹീറോ ആയാൽ മതി എന്ന് ഓർഡർ ഇട്ടു. അങ്ങനെ മിലിറ്ററി പോയി ചേർന്നു. അത് ശരിയാ. ജയ് ജവാൻ ജയ് കിസാൻ, ഇവരാണ് നമ്മുടെ നാട്ടിൽ ശരിക്കുള്ള ഹീറോസ്. എനിക്ക് ഇന്നലെയാണ് കാര്യം അറിഞ്ഞത്. അച്ഛൻ ഹാർട്ട് അറ്റാക്കിൽ മരിച്ചുപോയ കാര്യം. അദ്ദേഹത്തോട് എനിക്ക് ഒരുപാട് ബഹുമാനം ഉണ്ടായിരുന്നു. ദൈവം കരുണ കാണിക്കാറില്ല. നല്ല മനുഷ്യന്മാരെല്ലാം അദ്ദേഹം പെട്ടെന്ന് കൊണ്ടുപോയിക്കും. പാവം മകളുടെ കല്യാണം പോലും കണ്ടില്ല, മകന്റെ കല്യാണം കണ്ടില്ല. പക്ഷെ സാരമില്ല, നിനക്ക് ഞാനുണ്ട്. നിന്റെ അനിയത്തിയുടെ കല്യാണം നമുക്കൊരു ആഘോഷമാക്കി മാറ്റാം. 20 ഏക്കർ സ്ഥലം ഞാൻ നിനക്ക് എഴുതി തരാം. വേണ്ട സർ, ആ 20 ഏക്കർ സ്ഥലം എന്തിനാ തരുന്നതെന്ന് എനിക്കറിയാം സർ. നിങ്ങളുടെ ആൾക്കാർ വന്ന് ചോദിക്കുകയും ചെയ്തു. എന്നോട് ക്ഷമിക്കണം, മലയുടെ മുകളിലുള്ള ആ സ്ഥലം ഞാൻ വിൽക്കില്ല സർ. അവിടെ എന്റെ അച്ഛന്റെ സമാധിയുണ്ട് സർ. സെന്റിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷർട്ടിന്റെ മേലടിക്കുന്ന സെന്റ് പോലെ ഉണ്ടാവണം ഹീറോ. ഞരമ്പില് കുത്തിക്കയറ്റുന്ന മയക്കുമരുന്നാവാൻ പാടില്ല, അത് ആപത്താണ്. ഈ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് കാലമായിരുന്നാലും കുട്ടിക്ക് ജന്മം കൊടുക്കുന്ന അമ്മയാ സർ. സൂര്യൻ കിഴക്കിലെ ഉദിക്കൂ സർ. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും മനുഷ്യൻ മനുഷ്യനായിരിക്കും, മൃഗം മൃഗം തന്നെ ആയിരിക്കും. എന്ന സെന്റിമെന്റ് ഇല്ലാത്ത ഒരാളെ മനുഷ്യനെ കൂട്ടാൻ പറ്റില്ല സർ. സർ, ഒരു സമാധി എന്തിനാ തറയിൽ നിന്ന് മുകളിലേക്ക് പൊക്കിക്കെട്ടുന്നറിയോ? വളർത്തി വലുതാക്കാൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട അച്ഛനും അമ്മയും സമാധാനത്തിൽ ഒന്ന് കിടക്കാനാ സർ. ആരും അറിയാതെ പോലെ അവിടെ കാല് വെച്ച് പോകരുതെന്നുള്ള കാരണം കൊണ്ടാണ് സമാധിയെ തറയിൽ നിന്നും പോക്കി മുകളിലേക്ക് വെച്ച് കെട്ടുന്നത് സർ. ഓക്കെ 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 ഓക്കെ, നിന്റെ അച്ഛന്റെ സമാധി ഡിസ്റ്റർബ് ആകാതെ ചുറ്റിനും വേലിയിട്ട് അതിന്റെ അപ്പുറത്തു കൂടെ ഞാൻ റോഡ് ഇട്ടോളാം. അപ്പൊ നിനക്ക് എന്താണ് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്? സർ, പള്ളികൾക്കും അമ്പലങ്ങൾക്കും ചർച്ചകൾക്കും പോലും ഇന്ന് ഗ്യാരണ്ടി ഇല്ല. എന്റെ അച്ഛന്റെ സമാധിക്ക് എന്താ സർ ഗ്യാരണ്ടി? വേണ്ട സർ, എന്നെ വിട്ടേക്ക് സർ. തൊഴുത് അപേക്ഷിക്കാം. ശരി, ഒരു പ്രശ്നമില്ല. ചന്തി, മലയിലെ സ്ഥലം നീ വിൽക്കാൻ പോകണോ? എന്ത് ചെയ്യാനാ, എല്ലാവരുടെയും കണ്ണും മലയുടെ മുകളിലുള്ള എന്റെ സ്ഥലത്തിന് മേളില. ഒരു സമാധാനം ഇല്ല എന്റെ ചേട്ടാ. എല്ലാവരോടും എത്ര പ്രാവശ്യം പറയാനാ? അവിടെ എന്റെ അച്ഛന്റെ സമാധിയുണ്ട്, ഞാൻ ആർക്കും വിൽക്കുന്നില്ല. മതി മോനെ, ആ ഒരു വാക്ക് മതി. ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം ഇവൻ വാങ്ങിച്ചു. നിന്റെ സ്ഥലം മാത്രം കിട്ടിയില്ലെങ്കിൽ അവനവിടെ റോഡ് ഇടാനും പറ്റില്ല, ഫാക്ടറി തുറക്കാനും പറ്റില്ല. എന്നെങ്കിലും ഒരിക്കൽ സർക്കാർ ഫാക്ടറി തുറക്കും. തീർച്ചയായും ഞങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം തീരും. അല്ലല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചന്തി, നിന്റെ അച്ഛനാണ് ഞങ്ങളുടെ മാർഗദർശി. ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പോരാടി. പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ മരണം കാരണം ഞങ്ങളുടെ കൈകൾ ഉടഞ്ഞ പോലെയായി. പക്ഷെ ഇല്ല മോനെ, അദ്ദേഹം മരിച്ചാലും ഞങ്ങളുടെ കൂടെയുണ്ട്. ആ ദുഷ്ടൻ ആ ഫാക്ടറി കിട്ടാതിരിക്കാൻ തടസ്സമായി അന്തി ഉറങ്ങുകയാണ് മാധവറാവ് സാർ. അദ്ദേഹം ഞങ്ങളുടെ ദൈവമാണ്. ഓഹോ, ഇതിന് പിന്നിൽ ഇത്രയും വലിയൊരു കഥ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ചോദ്യമൊന്നുമില്ല. എന്റെ അച്ഛന്റെ ആഗ്രഹം മാത്രമേ നടക്കൂ. ഡി, അവിടെ ഒരു നല്ല മാങ്ങയുണ്ട്. അതിനെ പറിക്കാൻ എത്തിയിട്ട് വേണ്ടേ? എങ്ങനെയാടി? ആഞ്ജനേയനെ മനസ്സിൽ പ്രാർത്ഥിച്ചാ മതി, മാങ്ങ കയ്യിൽ. ആയി, മാങ്ങ കയ്യിൽ തന്നെ വിടല്ലോ. എനിക്ക് അത് മതി. ദേ, ആ മാങ്ങയെ കൊള്ളാം. വൗ, എനിക്ക് ഈ മാങ്ങയാ വേണ്ടേ. അതും കൂടി വേണം. മതിയാക്കൂ, ഈ അന്യായം മതിയാക്കൂ, ഈ മോഷണം മതിയാക്കൂ. ഇവിടെ കയറി വന്ന് മാങ്ങ എടുക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാ തന്നത്? എന്ത് അധികാരം? ആരാ മോഷ്ടിച്ചത്? മണ്ടൻ. ഈ മരോ? അല്ല, ഈ മരത്തിനെ കുറിച്ച് നീ എന്താ വിചാരിച്ചേ? ഞങ്ങൾ നട്ട ഈ ചെടി പതുക്കെ കിളിച്ചു വന്ന് പതുക്കെ പതുക്കെ വളർന്നു, ഒരു മരമായി വളർന്നു, ഒരു ശക്തിശാലിയായ മഹാവൃക്ഷമായി നിൽക്കുക ഇവിടെ. അതിന്റെ വേരുകൾ എന്റെ മുത്തശ്ശനാ, ആ തണ്ട് എന്റെ അപ്പൂപ്പനാ, ആ ശാഖകളും ഇലകളും മാങ്ങളും എല്ലാം എന്റെ ചിറ്റപ്പനും ചിറ്റയും അച്ഛനും അമ്മയും ഒക്കെയാ എല്ലാവരും. ഈ മാങ്ങകൾ എന്റെ അനിയനെയും അനിയത്തെയും പോലെയാ. നീ അവരെ രണ്ടുപേരെയും കൊന്നില്ലേ? മാങ്ങയിൽ ആണും പെണ്ണും ഉണ്ടോ? അതല്ല, അതെന്നെ പോലത്തെ ബുദ്ധിശാലികൾക്ക് മാത്രമേ മനസ്സിലാവൂ. അങ്ങനത്തെ എന്റെ അനിയനെ അനിയത്തിയെ നീ കൊന്നു കളഞ്ഞില്ലേ? ഹേ, ഓവർ ആക്ട് ചെയ്യണ്ട. മാങ്ങ പറിച്ചതിന് മോഷണം എന്ന് പറയുന്നത് എന്തിനാ? വാടാ, നമുക്ക് ഇവിടുന്ന് പോകാം. ഇവരെ പഞ്ചായത്തിലേക്ക് കൊണ്ടുപോകാം. അവിടെ നമുക്ക് ന്യായം ചോദിക്കാം. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ക്ഷമ ചോദിച്ചാൽ മാത്രമേ എന്റെ ഉള്ളിലുള്ള ഈ ദേഷ്യം മാറൂ. ഞങ്ങൾക്ക് ഈ മാങ്ങ വേണ്ട. നോ, ഞങ്ങൾ പൈസ തരാം. നോ, പറയുന്നത് കേൾക്കൂ, നോ, പ്ലീസ്. നോ, 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 നോ. ഓവറാക്ഷൻ ചെയ്യാണ്ട് സമ്മതിക്കടാ. ഓക്കേ, ഓക്കേ, ഓക്കേ. എത്രയാ? 100. ദാ പിടിച്ചു. ഒന്നിന് 100. ഒരു മാങ്ങയ്ക്ക് 100? ഞാൻ തരില്ല. പഞ്ചായത്തിലേക്ക് പോയാൽ കട്ടുറുമ്പിനെ വിട്ട് കടിപ്പിക്കും. കൊടുത്തേക്കടി, 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 കൊടുത്തേക്കടി. വേണ്ട, വെറുതെ എന്തിനാ? കൊടുത്തേക്ക്. ഓക്കേ.
താങ്ക്സ് ഫോർ യുവർ കോപ്പറേഷൻ. ആ ഓപ്പറേഷൻ ഒന്ന് മാറോ. നിങ്ങൾ എന്തിനാ കൊച്ചുമ്പോ ഇങ്ങോട്ട് വന്നത്? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തരുമായിരുന്നല്ലോ. മാങ്ങ. ആ എന്തോ ആലോചിക്കുന്നേ? ഈ തോട്ടം നിങ്ങളുടെയാണോ? ഇത് കൊള്ളാലോ. ഈ തോട്ടവും മരവും മാങ്ങയൊക്കെ കൊച്ചമ്മയുടെ അല്ലേ? എടി അഞ്ജലി, അവൻ നിന്നെ ശരിക്കും പറ്റിച്ചു. നിന്റെ തോട്ടത്തിലെ മാങ്ങയെ നിനക്ക് തന്നെ വിറ്റു.